നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയുടെയും താല്പര്യമായിരിക്കും വിജയിക്കുക. വയനാട് എംപിയായ പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പിണക്കി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. രാഹുലിനും ലീഗിനെ വിസ്മരിക്കാൻ കഴിയില്ല. അതായത് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും പിണക്കിയ സതീഷിനു വേണ്ടി നിലകൊള്ളുന്നത് ഇസ്ലാമിക് താല്പര്യങ്ങളാണ് എന്ന് വ്യക്തം. ചെന്നിത്തല പഴയതുപോലെ ആഭ്യന്തരമന്ത്രിയായേക്കും. കെ.സി. വേണുഗോപാൽ ബി.ഡിയെ ഉപദ്രവിക്കാനുള്ള മുഹൂർത്തം കാത്ത് ഡൽഹിയിൽ തുടരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വി.ഡി. സതീഷിനു വേണ്ടി പ്രകടനം നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും PR ഏജൻസികളാണെന്ന പ്രചരണം ശരിയാണെങ്കിലും മറ്റൊരു കൂട്ടർ സതീഷിനു വേണ്ടി കയ്യും മെയ്യും മറന്ന് രംഗത്ത് ഉണ്ടായിരുന്നിട്ടുണ്ട്. അവർ ആരാണ് എന്ന് കേട്ടാൽ കേരളം ഞെട്ടും. AICC ഇത്തരം PR ഈ അതര വ്യായാമങ്ങൾ വിലക്കിയെങ്കിലും വരും ദിവസങ്ങളിലും സതീഷിനു വേണ്ടി ഇവർ നിശബ്ദ പ്രചാരണത്തിന് രംഗത്തുണ്ടാവും. അതൊരു നിശബ്ദ ഡീലാണ്. എന്തായിരിക്കും ആ ഡീല്? ഇവരാണ് സതീഷിനെ മുഖ്യമന്ത്രി ആക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി ഡൽഹിയിൽ എത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ഉണ്ടായ പ്രതിഷേധം നടത്തിയത് NSU അല്ലെന്ന സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ വിനോദ് ജാഖർ വ്യക്തമാക്കിയതിന് പിന്നാലെ യഥാർത്ഥ വില്ലൻ ആരാണ് എന്ന് പുറത്ത് വന്നിരുന്നു. ജെൻസിയുടെയും NSUIയുടെയും പേരിൽ പ്രതിഷേധ സമരം നടത്തിയത് മുസ്ലിം ലീഗും MSFുമാണെന്നും വിനോദ് ജാഖർ ആരോപിച്ചു. ഇത് കേട്ട് മലയാളികൾ ഞെട്ടി. രാത്രി പ്രതിഷേധത്തിന് കേരള ഹൌസിലെത്തിയവർക്ക് യൂബർ ഭക്ഷണവും തുകയും വാങ്ങി നൽകിയത് ഒരു MP ആണെന്ന സംശയവും NSUI നേതൃത്വത്തിന് ഉണ്ട്. കൃത്യമായ ആസൂത്രണത്തോടുകൂടി മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ് കേരള ഹൌസിൽ അരങ്ങേറിയത് എന്നാൽ NSU നേതൃത്വം പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച ചിലർ NSUI പ്രവർത്തകരെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ അതിന് പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ സ്വീകരണം ആസൂത്രണം ചെയ്തവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് NSUI ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ നിശ്ചയിച്ചതിലും താമസിച്ചാണ് വി.ഡി. സതീശനും സണ്ണി ജോസഫും കേരള ഹൌസിൽ എത്തിയത്. ദീർഘനേരം കേരള ഹൌസിന് സമീപത്തുണ്ടായിരുന്നവർക്ക് ഭക്ഷണം ലഭ്യമാക്കിയിരുന്നു എന്നാണ് NSU നേതാക്കൾ പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിനും യാത്രയ്ക്കുമുള്ള പണം ഇവർക്ക് നൽകി ഒരു പാർലമെന്റ് അംഗമാണ് എന്ന് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് മനസ്സിലായതായി ഈ NSUI നേതാക്കൾ പറയുന്നു. കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്താമെന്നാണ് നേതാക്കളുടെ നിലപാട്. എന്നാൽ സണ്ണി ജോസഫിനെതിരായ ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ തങ്ങൾക്ക് ബന്ധമില്ലെന്ന് MSF ജെൻസി കൂട്ടായ്മയാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചതെന്നും അതിൽ മുസ്ലിം ലീഗിനോ MSFനോ KMCCക്കോ പങ്കില്ല എന്നും ഡൽഹി KMCC ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹലീം അറിയിച്ചു. UDFന്റെ എല്ലാ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരും സ്വീകരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ജെൻസി കൂട്ടായ്മയുടെ പേരിലാണ് സ്വീകരണം സംഘടിപ്പിച്ചതെന്നും മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ നേതാവ് കൂടിയായ മുഹമ്മദ് ഹലീം വ്യക്തമാക്കി. അതായത് ലീഗിന്റെ ചെലവിൽ അവരുടെ അതേ സമുദായത്തിലുള്ള ചിലരാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അത് സതീശൻ തന്നെ ആസൂത്രണം ചെയ്തതാണെന്ന് ഇതിനോടകം തന്നെ ആരോപണത്തിൽ നിന്നും തന്നെ ഉയർന്നിട്ടുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയായാൽ 2011 ഉമ്മൻചാണ്ടിയെ കുഴിയിൽ ചാടിച്ച 5ാം മന്ത്രി പദം സാർത്ഥമാക്കാം എന്നതാണത്രേ സതീശന്റെ വിശ്വസ്ത നൽകിയ ഉറപ്പ്. സതീശന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കി വിദ്യാഭ്യാസം, വ്യവസായം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ കൈക്കലാക്കുകയാണ് ലീഗിന്റെ ഉദ്ദേശം. ഉമ്മൻചാണ്ടി തങ്ങൾക്ക് എങ്ങനെയായിരുന്നോ അതിനേക്കാൾ നന്നായി സതീശനെ കയ്യിലെടുക്കാനാണ് ശ്രമം. എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഇതിനോട് പൂർണ്ണ യോജിപ്പില്ല. സതീശൻ മുഖ്യമന്ത്രിയാകാതിരുന്നാൽ ലീഗിന് ബുദ്ധിമുട്ടാകുമോ എന്ന സംശയമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഉള്ളത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിൽ ഇപ്പോൾ പഴയതുപോലെ സ്വാധീനമില്ല. മാത്യു കുഴൽനാടൻ പ്രസ്താവനയിൽ ലീഗ് വളരെ വേഗം പരാതി പറഞ്ഞതും ഈ സാഹചര്യത്തിലാണ്. UDF കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടാകരുത്, ഇക്കാര്യം ഹൈക്കമാൻഡ് ഉറപ്പുവരുത്തണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്ന മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ AICC നിരീക്ഷകരോട് ലീഗ് പരാതി പറഞ്ഞത് UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടാകരുതെന്നും ഇക്കാര്യം ഹൈക്കമാൻഡ് ഉറപ്പുവരുത്തണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. കുഴൽനാടനെതിരെ ഇന്നലെ പലയിടങ്ങളിലും ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനത്തിൽ കോൺഗ്രസ് ഇടപെടാത്തതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഘടകകക്ഷികൾ ഇടപെടേണ്ട കാര്യമില്ലെന്നായിരുന്നു മാത്യു കുഴൽനാടൻ പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശനാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു പ്രതികരണം. മാത്യു കുഴൽനാടനെതിരെ മൂവാറ്റുപുഴ പുന്നമറ്റത്ത് മുസ്ലിം ലീഗ് പ്രതിഷേധിച്ചിരുന്നു. കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് ഇടപെടേണ്ട എന്ന മാത്യുവിന്റെ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കൊപ്പമുള്ള ഫ്ലക്സിൽ നിന്ന് മാത്യു കുഴൽനാടന്റെ ചിത്രം കീറി മാറ്റി
കത്തിച്ചായിരുന്നു പ്രതിഷേധം. തീർത്തും ബന്ധമില്ലെങ്കിലും മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അസമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ ബിജെപിയുടെ മുസ്ലിം ലീഗ് പരാമർശത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അസമിൽ വിജയിച്ച 19 കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ 18 പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരും ഒരാൾ മാത്രം ഹിന്ദു മതത്തിൽപ്പെട്ടയാളും ആയതിന് പിന്നാലെയാണ് പരിഹാസവുമായി ബിജെപിയും AIUDFും മുന്നോട്ട് വന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഒരു ന്യൂനപക്ഷ പാർട്ടി മാത്രമായി മാറിയെന്നും അത് മുസ്ലിം ലീഗ് ആയെന്നുമായിരുന്നു അസം മന്ത്രി പീയൂഷ് ഹസാരികളുടെ പരിഹാസം. ഇതിനെ മറികടക്കാനായി ദേശീയ തലത്തിലെ MLA-മാരുടെ കണക്കുകൾ നിരത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടിയുടെ സാമൂഹിക മാധ്യമ മേധാവി സുപ്രിയ ശ്രീനേത് ആണ് തങ്ങളുടെ MLA-മാരുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലെ കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്താകെയുള്ള 664 കോൺഗ്രസ് MLA-മാരിൽ 520 പേർ ഹിന്ദുക്കളാണെന്നും 80 പേർ മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരെന്നും അവർ ശക്തമായി വ്യക്തമാക്കി. ബാക്കി 10% മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ മുസ്ലിം ലീഗ് പ്രതിച്ഛായ ദോഷകരമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നു. അതുകൊണ്ട് മാത്രമാണ് MLA-മാരുടെ മതപരമായ കണക്കുകൾ മുമ്പ് ഒരിക്കലും വെളിപ്പെടുത്താതിരുന്ന കോൺഗ്രസ് ഇപ്പോൾ അതിന് തയ്യാറായത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഈ സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടുമ്പോൾ ഇത്തരം പ്രചാരണങ്ങൾ തടയേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് നേതൃത്വം കരുതുന്നതായും അവരുമായി അടുത്ത വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ജോയി പ്രകാശ് ദാസാണ് അസമിൽ വിജയിച്ച കോൺഗ്രസിന്റെ ഏക ഹിന്ദു MLA. ഏതായാലും 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തനിയാവർത്തനമാകും 2026 സംഭവിക്കുക. ലീഗിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സർക്കാർ. ഇത് സംഭവിക്കുകയാണെങ്കിൽ ബിജെപിയും CPM-ഉം കേരളത്തിൽ വേരുറപ്പിക്കും. ഹിന്ദു വോട്ടുകൾ വൻ രീതിയിൽ കോൺഗ്രസിൽ നിന്നകലും. ഇതിൽ ഹൈക്കമാൻഡിന് ഭയമുണ്ട്. എന്നാൽ വയനാട്ടിൽ നിന്നും പ്രിയങ്കയ്ക്ക് വീണ്ടും ജയിക്കണമെങ്കിൽ ലീഗിന്റെ സഹായം കൂടിയേ തീരൂ. അതിനാൽ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ലീഗിന്റെ നോമിനിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.